കുറിച്ച് പഠിച്ചു വരുന്ന വിഷയത്തിൽ വിശ്വാസത്താൽ മോശ കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചതിനെ കുറിച്ചാണ് പെസഹായുടെ വിഷയമാണ് പഠിച്ചത്. ഇബ്രാഹിം 11-28 വാക്യം, വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തുള്ളിയും ആചരിച്ചു. അത് കഴിഞ്ഞ ആഴ്ച അതിനെ കുറിച്ച് നമ്മൾ അല്പമായി ചിന്തിച്ചതാണ്. പെസഹായെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ അല്പം കൂടെ ചിന്തിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. പെസഹ പഴയ നിയമത്തിലെ യാഗങ്ങൾ, ഉത്സവങ്ങൾ എല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലായിട്ടുള്ളതാണ്. പുതിയ നിയമത്തിൽ അതിന് ആത്മീയ അർത്ഥങ്ങളുണ്ട്. അർത്ഥങ്ങളൊക്കെ നാം പഠിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവരാണ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു ദിവസമായിരുന്നു പെസഹ. പെസഹ പിന്നെ തലമുറയായി ആചരിക്കണം എന്നുള്ളത് അവർക്ക് കൊടുത്ത പ്രമാണമാണ്. അവരുടെ ജീവിതത്തിലെ ഒരു പുതിയ വർഷം തുടങ്ങുന്ന അന്നാണ് ഇത്. നിങ്ങൾക്ക് ആണ്ടുകളുടെ ആരംഭമായ 1-ാം മാസം ആയിരിക്കണം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പെസഹ കുഞ്ഞാട് ക്രിസ്തുവാണെന്ന് വേദപുസ്തകം തന്നെ നമ്മോട് പറയുന്നു. പൗലോസ് തന്റെ ലേഖനത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാമത്തെ വാക്യം, അവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ, യേശു ക്രിസ്തുവാണ് ഈ പെസഹ കുഞ്ഞാട് എന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് അവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിച്ചതുപോലെ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും പെസഹായെ കുറിച്ചുള്ള പ്രമാണം നമ്മൾ കാണുന്നുണ്ട്. പെസഹായെ കുറിച്ചുള്ള പ്രമാണം കാണുമ്പോൾ അതിന്റെ പല അർത്ഥങ്ങൾ എന്ന് ചിന്തിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതിന്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ഒരു കുടുംബത്തിന് ഓരോ ആട്ടിൻകുട്ടി. ഓരോരുത്തന് അവരവരുടെ ജീവിതത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, പേഴ്സണൽ ആയുള്ള ബന്ധത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ വേദപുസ്തകത്തിൽ ഒത്തിരി പ്രാവശ്യം കുഞ്ഞാട് എന്ന് പ്രസ്താവിച്ചിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കുറഞ്ഞ പക്ഷം 34 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് കുഞ്ഞാട് എന്നുള്ളതായ പദം. വെളിപ്പാട് പുസ്തകത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ പല അധ്യായങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കുഞ്ഞാട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഓർത്തതുപോലെ, കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ, അനേക വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കാനായി പോകുമ്പോൾ വളരെ ഹൃദയഭേദകമായ ഒരു ചോദ്യമാണ് മകനായ ഇസാക്ക് ചോദിച്ചത്. അപ്പ യാഗത്തിനുള്ളായ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, മൃഗം എവിടെ? വേർ ഈസ് ദ ലാം? എവിടെയാണ് വസ്തു, യാഗമൃഗം എന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം കൊടുത്ത മറുപടി എന്താണ്? യഹോവ കരുതിക്കൊള്ളും, ഗോഡ് വിൽ പ്രൊവൈഡ്. there is a lamb, ഒരു ലാം ഉണ്ട് എന്നാണ് അബ്രഹാം പറഞ്ഞത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്നാപക യോഹന്നാനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, ഹിയർ ഈസ് ദ ലാം, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അബ്രഹാമിന്റെ മറുപടി ദൈവത്താൽ അബ്രഹാം പറയാണ്, ദൈവം ഒരു കുഞ്ഞാടിനെ ഒരുക്കിയിട്ടുണ്ട്. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന്. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആ ബിഹോൾഡ് ദ ലാമ്പിനെ അന്ന് യോഹന്നാൻ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ കൊണ്ട് ഇടയായി തീർന്നു. മനുഷ്യ കുടുംബത്തിനെല്ലാം ഒരാട്, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ദൈവ കുഞ്ഞാട് നമുക്ക് വേണ്ടി യാഗമായി തീർന്നതാണ്. എത്രയോ ആശ്ചര്യമായിരിക്കുന്ന വിഷയം. 12-ാം അധ്യായത്തിന്റെ പുറപ്പാട് 12-ന്റെ 5-ാം വാക്യത്തിൽ പറയുന്ന ചില വിശേഷണങ്ങളുണ്ട് ഈ ആട്ടിൻകുട്ടിയെ കുറിച്ച്. ആട്ടിൻകുട്ടിയെ കുറിച്ച് പറയുകയാണ്. ഒന്ന് എന്താണ് പറയുന്നത്? ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. ഊനമില്ലാത്തതായിരിക്കണം എന്ന് പറഞ്ഞാൽ യാതൊരു കുറ്റവും കാണാനില്ലാത്ത, യാതൊരു കുറവും ഇല്ലാത്ത ആട്ടിൻകുട്ടിയായിരിക്കണം. അവിടെ കർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചാണ്. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 1-ാം അധ്യായം 19-ാമത്തെ വാക്യം 19 വായിക്കുമ്പോൾ നിങ്ങൾ വീണ്ടെടുത്ത ദൈവകുഞ്ഞാടിനെ കുറിച്ച് പറയുമ്പോൾ നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശേഷണ പദം അതാണ് പറഞ്ഞിരിക്കുന്നത്, നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ഭൂമിയിൽ
മുമ്പ് നന്നായി പഠിച്ചാൽ കുറഞ്ഞപക്ഷം 5 കോടതികളിൽ യേശുവിനെ വിസ്തരിച്ചിട്ടുണ്ട്. ആർക്കും യേശുവിന്റെ മേൽ ഒരു കുറ്റവും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. യേശുവിനെ കുറിച്ച് പീലാത്തോസ് പറയാണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഞാൻ അവരിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സാത്താൻ പോലും, പിശാച് ബാധിച്ചവർ പോലും ദൈവപുത്രനെ നമസ്കരിക്കുമ്പോൾ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിക്കുന്നു. ഒറ്റിക്കൊടുത്ത യൂദാ പോലും താൻ സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പായി പറഞ്ഞു, ആ നിർദോഷ രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തുവല്ലോ എന്ന്. നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെ കുറിച്ച് ബോധം വരുത്തുമെന്ന് ദൈവപുത്രൻ തന്നെ ചോദിച്ചപ്പോൾ ഒരൊറ്റ കുഞ്ഞിന് പോലും ഒരു വാക്കും അവനെ കുറിച്ച് പറയുവാനില്ലായിരുന്നു. അവനാണ് നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവത്തിന്റെ കുഞ്ഞാട്. ഊനമില്ലാത്തവനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ അവിടെ 5-ാം വാക്യത്തിൽ തന്നെ കാണുന്നുണ്ട്. ഈ കുഞ്ഞാടിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് 1 വയസ്സുള്ള ആട്ടിൻകുട്ടിയായിരിക്കണം പെസഹ കുഞ്ഞാടിന് വേണ്ടി. 1 വയസ്സ് എന്ന് പറയുന്നത് പൂർണ്ണതയെ കാണിക്കുന്നതാണ്. ദൈവപുത്രൻ പൂർണ്ണനാണ്. കൊലോസ്യ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം, 2-ാം അധ്യായം 9-ാം വാക്യം, കൊലോസ്യർ 1-ന്റെ 19 ഒന്ന് വായിച്ചാട്ടെ. കൊലോസ്യർ 1-19. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാൻ സർവസമ്പൂർണനായ ദൈവമാണ്. അവൻ ഊനമില്ലാത്തവനാണ്, സർവസമ്പൂർണനാണ്. 2-ന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. സർവശക്തനായ ദൈവത്തിന്റെ എല്ലാ പൂർണ്ണതയും സർവസമ്പൂർണതയും യേശുക്രിസ്തുവിൽ ദേഹരൂപമായി വസിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. രണ്ടാമത് ഈ ആടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 1 വയസ്സുള്ളതായിരിക്കണം, ആൺ ആയിരിക്കണം എന്നാണ്. ആൺ എന്നുള്ളത് വല്ലഭത്വത്തെയാണ് കാണിക്കുന്നത്. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനത്തിൽ തന്നെ 9-ാം അധ്യായത്തിൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, അവന് സമാധാന പ്രഭു, നിത്യപിതാവ് എന്നൊക്കെയുള്ള പേരുകളുടെ കൂട്ടത്തിൽ പറയുന്ന ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവനാണ് എല്ലാറ്റിന്മേലും അധികാരമുള്ളവൻ, ആധിപത്യമുള്ളവൻ, അവൻ വല്ലഭനാണ്, അവന് കഴിയാത്തതൊന്നുമില്ല. തന്നെയുമല്ല, ഈ ആടിനെ കുറിച്ച് നമ്മള് കുഞ്ഞാടിനെ കുറിച്ച് വായിക്കുന്നുവെന്ന് അത് 1 വയസ്സുള്ളതായിരിക്കണം, ഊനമില്ലാത്തതായിരിക്കണം. 5-ാം വാക്യത്തിൽ ആട്ടിൻകുട്ടി ഊനമില്ലാത്ത 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. ചെമ്മരിയാടോ കോലാടോ ആകാം. ചെമ്മരിയാടോ കോലാടോ ആകാം എന്ന് പറഞ്ഞാൽ ആടിന്റെ സൗമ്യതയാണ് കാണിക്കുന്നത്. നമ്മുടെ കർത്താവ് തന്റെ പ്രസ്താവനയിൽ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ അതിന്റെ ഒടുവിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് എന്നോട് ചേർന്ന് എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നിൽ നിന്ന് പഠിപ്പീൻ. അവനെ പോലെ സൗമ്യനായി താഴ്മയുള്ളവനായി ആരെയും കാണുവാൻ കഴിയുകയില്ല. എല്ലാറ്റിന്മേലും അധികാരമുള്ളവൻ, എല്ലാറ്റിന്മേലും പവർ ഉള്ളവൻ, ഒരു ദാസനെ പോലെ ഈ ഭൂമിയിലായിരുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്ന വിഷയം. 12 നമുക്ക് പഠിച്ച് 12-ന്റെ 3-ാം വാക്യത്തിൽ ഒരു കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം അവൻ നമുക്ക് വേണ്ടി പെസഹ കുഞ്ഞാടായി തീർന്നു. 5-ാം വാക്യത്തിൽ ഊനമില്ലാത്തതായിരിക്കണം, 1 വയസ്സുള്ളതായിരിക്കണം, ആണായിരിക്കണം, ചെമ്മരിയാടോ കോലാടോ ആയിരിക്കണം എന്നീ വിഷയം നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. 12-ന്റെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. മേലെഴുതിയിട്ടുണ്ട് 10-ാം തീയതി ആട്ടിൻകുട്ടിയെ വേർതിരിക്കണം. 3-ാം വാക്യത്തിൽ ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. 6-ാം വാക്യത്തിൽ 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കുക. 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെ 4 ദിവസം ഈ ആട്ടിൻകുട്ടിയെ സൂക്ഷിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് അതിന്റെ ആത്മീയ അർത്ഥം? കർത്താവായ യേശുക്രിസ്തുവിൽ അത് എങ്ങനെയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്? വേദപുസ്തകം നമ്മോട് കൽപ്പിക്കുന്ന ദിവസത്തെ കുറിച്ച് പറയുന്നുണ്ട്, ദൈവിക ഇടപാടുകളെ കുറിച്ച് പറയുന്നുണ്ട്.
ദൈവിക ഇടപാടുകൾ ഓരോ വർഷങ്ങൾ ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ 90-ാം സങ്കീർത്തനം നമുക്ക് പരിചയമുള്ള സങ്കീർത്തനമാണ്. 90-ാം സങ്കീർത്തനത്തിൽ മോശ പാടിയിരിക്കുന്നത് അതിന്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ 1000 സംവത്സരമാണെന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രസ്താവിക്കുന്നത്. അതുപോലെ തന്നെ പത്രോസിന്റെ ലേഖനത്തിലും നമുക്ക് അത് തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ 2 പത്രോസ് 3:8 പത്രോസ് പറയുമ്പോൾ പറയാണ്, പ്രിയമുള്ളവരെ, കർത്താവിനെ ഒരു ദിവസം 1000 സംവത്സരം പോലെ 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ കർത്താവിൽ 4 ദിവസം ഒരു ആട്ടിൻകുട്ടിയെ കുഞ്ഞാടിനെ വേർതിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് മുതൽ കാൽവറി ക്രൂസിൽ ദൈവ കുഞ്ഞാടി യാഗമായി തീരുന്നതുവരെ 4000 വർഷമാണെന്നാണ്. മനുഷ്യവർഗത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ പോലും ഒരു കൃത്യമായ കാലക്കണക്ക് പറയുവാൻ കഴിയുകയില്ല. മില്യൻസ് ഓഫ് ഇയേഴ്സ് എന്ന് ചിലർ പറയുന്നുണ്ട്, 30,000 ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട്, 7,000 ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ മോഡേൺ ബൈബിൾ സ്കോളേഴ്സ് ഇയേഴ്സിനെ അത്ര കൃത്യമായിട്ട് പറയുന്നില്ല. എന്നാൽ ഏകദേശ കാലക്കണക്ക് കൂട്ടുമ്പോൾ കർത്താവായ യേശുക്രിസ്തു യാഗമായി തീരുന്നവരെ ആദാമിനെ സൃഷ്ടിച്ചത് മുതൽ 4000 വർഷമാണെന്നൊരു കണക്കുണ്ട്. അത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് വാദിക്കാൻ കഴിയത്തില്ല. ഏഡൻ തോട്ടത്തിൽ എത്ര വർഷക്കാലമായിരുന്നു എന്നൊന്നും നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. ആദാമിന്റെ ആയുഷ്കാലം പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് തലമുറകൾ എല്ലാം വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, മിസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ ഒരു കൂട്ടം വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന പ്രകാരം 4000 വർഷക്കാലമായിരുന്നു ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് മുതൽ ദൈവപുത്രൻ യാഗമായി തീർന്നു വരെയുള്ളതായ സമയം. വേദപുസ്തകത്തിൽ പറയുന്നു, ഈ ആട്ടിൻകുട്ടിയെ വേർതിരിച്ചത് ലോകാരംഭം മുതലാണ്, ലോകസ്ഥാപനത്തിന് മുമ്പെയാണ്. 4 ദിവസം എന്ന് പറയുന്നത് 4000 വർഷക്കാലം ദൈവത്തിന്റെ പുത്രനെ ദൈവം മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരുക്കി വേർതിരിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം ദൈവത്തിന് ഒരു വർഷം പോലെയാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വെച്ച കനാൻ നാട് ഒറ്റുനോക്കുവാൻ പോയി. അവർ 40 ദിവസമാണ് എടുത്തത് ഒറ്റുനോക്കുവാനായി. ദൈവം പറഞ്ഞു, 40 ദിവസത്തിന് 40 വർഷം നിങ്ങൾ മരുഭൂമിയിൽ ഉള്ളുന്നവരായി തീരും. അവർ ദൈവം അവിടെ ഇടപെടുമ്പോൾ ഒരു ദിവസം എന്നുള്ളത് ഒരു വർഷമായിട്ടാണ് ദൈവം ചിത്രീകരിക്കുന്നത്. 4 ദിവസം വേർതിരിക്കണമെന്നുള്ളത് 4 വർഷമായിട്ട് എങ്ങനെയാണ് യേശുക്രിസ്തുവിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്? എസെക്കിയേൽ പ്രവചനത്തിലും അതുപോലെ തന്നെ നമുക്ക് 4-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങളിലും ഒരു ദിവസത്തെ ഒരു വർഷമായിട്ട് ദൈവം കൊടുത്തിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. മുമ്പേ നാം ചിന്തിച്ച പ്രകാരം യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ഇതാ ബിഹോൾഡ് ദ ലാംബ് എന്ന് പ്രസ്താവിച്ച സമയം മുതൽ കാൽവറിയിൽ യാഗമാകുന്നവരെയും യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ 3.5 വർഷക്കാലം എന്നാണെങ്കിലും ആ 3.5 വർഷത്തിന്റെ എൻഡിൽ അല്ലെങ്കിൽ 4-ാമത്തെ വർഷക്കാലം ദൈവപുത്രൻ യാഗമായി തീരുവാൻ ഇടയായി തീർന്നു. അവിടെ 4 ദിവസം വേർതിരിക്കണമെന്ന് പറയുന്നത് 4000 വർഷമായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നിവൃത്തിയായി കാണുവാൻ കഴിയുന്നുണ്ട്. 4 വർഷമായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇനി അക്ഷരികമായി തന്നെ 4 ദിവസം ദൈവത്തിന്റെ പുത്രൻ ഈ യെരുശലേമിൽ തന്നെ സൂക്ഷിക്കപ്പെട്ടിരുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. ഹോശന്ന ദിവസം ദൈവപുത്രൻ യെരുശലേമിലേക്ക് വന്നപ്പോൾ, ആ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വന്നപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ആർത്തു വിളിച്ചു, ഇതാ സിയോൻ രാജാവ്, അവന്റെ മുമ്പാകെ അവർ ദൈവത്തിന് ഹോശന്ന പാടുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അത് പാടി 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ സൺഡേ മുതൽ അടുത്ത പെസഹ ദിവസം വരെ 4-ാമത്തെ ദിവസം ദൈവത്തിന്റെ പുത്രൻ യാഗമായി തീരുവാൻ തക്കോണം ഇടയായി തീർന്നു. ഇതാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ നാം വായിച്ചു വരുന്ന ഭാഗത്ത് അവിടെ എഴുതിയിരിക്കുകയാണ്, ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, അതിനെ അന്ന്
ഇറ്റ് എന്നുള്ള പദമാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ താഴെ അവിടെ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട് അതിനെ അറക്കണം, അതിന്റെ രക്തമെന്ന്. ആക്ച്വലി അന്ന് എത്ര ആടിനെ അറുത്ത് കാണും? ഒരു കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി എന്നാണ് പറയുന്നത്. എത്ര കുടുംബങ്ങൾ കാണും? 600,000 ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഏകദേശ കണക്ക് കൂട്ടിയാൽ 6 ലക്ഷം എന്നുള്ള കണക്കിന് തന്നെ ഒരു 2 ലക്ഷം കുടുംബങ്ങളെങ്കിലും കാണും. എനിവേ 1 ലക്ഷത്തിൽ കൂടുതൽ ആടുകളെ അന്ന് യാഗമാക്കി തീർത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന അവയെന്നല്ല എഴുതിയിരിക്കുന്നത്, ദമ്മെന്നല്ല എഴുതിയിരിക്കുന്നത്, അതിനെ എന്നാണ്. ഒന്നായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതെല്ലാം ഈ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യാഗമായി തീരുന്നതിന് നിഴലായി സംഭവിക്കേണ്ട കാര്യമാകിയാലാണ് അങ്ങനെ സംഭവിക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നത്. അതിനെ എന്ന് പറയുന്ന കുഞ്ഞാടാകുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് മാത്രമാണ്. തന്നെയുമല്ല എഴുതിയിരിക്കുന്നു, അതിന്റെ സന്ധ്യാവേളയിൽ അതിനെ യാഗം കഴിക്കണമെന്ന ഈവനിങ്ങിൽ. ഇന്ന് വേദവസ്ഥ പഠിതാക്കൾ ഒത്തിരി പഠിപ്പിക്കാറില്ലെങ്കിലും പഴയ സുവിശേഷ വിവിധ സഭകളൊക്കെ പഠിപ്പിക്കുന്ന ഏജസ് ഉണ്ട്, യുഗങ്ങളുണ്ട്. പല യുഗങ്ങളായിട്ട് തിരിച്ചു പഠിക്കുന്നുണ്ട്. നിഷ്കന്മഷ യുഗം, ന്യായപ്രമാണ യുഗം എന്നിങ്ങനെ ഓരോ യുഗങ്ങൾ. നാം പരിശോധിച്ചാൽ ന്യായപ്രമാണ യുഗത്തിന്റെ സന്ധ്യാവേളയിൽ, ന്യായപ്രമാണ യുഗത്തിന്റെ ഒടുവിലാണ് ആ പോലെ യുഗവയിൽ മാറും സന്ധ്യാവേളയിൽ ദൈവത്തിന്റെ പുത്രൻ യാഗമായി തീരുവാൻ ഇടയായി തീർന്നു. പെസഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ യേശുക്രിസ്തുവിൽ നിറവേറിയതായി നമുക്ക് കാണുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു. 12:3 പുറപ്പാട്, ഒരു കുടുംബത്തിന്റെ ഒരാട്ടിൻകുട്ടി വീതം. പെസഹ കുഞ്ഞാട് യേശുക്രിസ്തുവാണ്. 5-ാം വാക്യം, ഇത് ഊനമില്ലാത്തതായിരിക്കണം, 1 വയസ്സുള്ളതായിരിക്കണം, ഇതാണായിരിക്കണം, ചെമ്മരിയാടോ കോലാടോ ആയിരിക്കണം. പൂർണ്ണത, വല്ലഭത്വം, ശാന്തത, സൗമ്യത യേശുക്രിസ്തുവിൽ ഇതെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിനെ 4 ദിവസം 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെ സൂക്ഷിക്കണം. ഈ 4 ദിവസം എന്നുള്ളത് 4000 വർഷമായി, 4 വർഷമായി, 4 ദിവസമായി ഒക്കെ വ്യാഖ്യാനിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ നമുക്കത് കാണുവാനായി കഴിയുന്നുണ്ട്. 12-ാം വാക്യം പറയുകയാണ്, അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ 2 കുറുമ്പടിമേലും പുരട്ടണം. എന്ന് പറഞ്ഞാൽ 2 സൈഡിലുമുള്ള ആ കട്ടളക്കാലിന്മേലും അതിന്റെ കുറുമ്പടിമേൽ മുകളിലാണ്. താഴെ അത് പുരട്ടുവാനായിട്ട് പ്രമാണമില്ല. എബ്രായ ലേഖനത്തിൽ നാം പഠിച്ചു വന്ന ഭാഗത്ത് 10-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10:22 നാം ദുർമനസാക്ഷി നീങ്ങുമാറി ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ട ഒരു ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് അടുത്ത് ചെല്ലുക. യേശുവിന്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. എന്നാൽ നാം തുടർന്ന് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നവർ. ദൈവപുത്രന്റെ രക്തത്തെ ചവിട്ടിക്കളയുന്നത് വലിയ അപരാധമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പെസഹ കുഞ്ഞാടിന്റെ രക്തത്തെ ചവിട്ടിക്കടക്കുവാൻ അധികാരമില്ല. അത് കട്ടളക്കാൽ 2 മേലും കുറുമ്പടി മേലും ഒറ്റ പദമായിട്ടാണല്ലോ, ഒറ്റ ഏകവചനമായിട്ടാണല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് അത് നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നത്. ഇവിടെ പറയുകയാണ്, അവര് ഈ പെസഹ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാൽ മേലും കുറുമ്പടി മേലും പുരട്ടിയതായ ആ വീടിന്റെ ഉള്ളിൽ കഴിയണം. സംഹാരദൂതൻ വരുന്ന സമയം അവരെ സംഹരിക്കാതിരിക്കണമെങ്കിൽ ആരും വെളിയിൽ ഇറങ്ങുവാനായിട്ട് പാടില്ല. ഈ രക്തത്തിന്റെ ഉള്ളിലാണ് പ്രൊട്ടക്ഷൻ ഉള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെക്കുറിച്ച് അല്പം ചിന്തിച്ചതാണ്. ഒരു മിസ്രൈമ്യൻ ചിന്തിക്കുമ്പോൾ ഇത് ഫൂളിഷ്നെസ് ആണ്, ഇവരെന്താണ് ചെയ്യുന്നത്, ഇതിനെന്താണ് മീനിങ്, ഇതുകൊണ്ടെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ തോന്നിക്കാണും. എന്നാൽ അർദ്ധരാത്രിയിൽ സംഹാരദൂതൻ വന്ന് എല്ലാ വീടുകളിലും പ്രവേശിച്ച് ഫറവോന്റെ അതിജാതം മുതൽ കുടിലിരിക്കുന്നവന്റെ ആദിജാതൻ വരെ സംഹരിക്കപ്പെട്ടപ്പോൾ, എല്ലാ വീട്ടിലും വലിയ നിലവിളി ഉണ്ടായപ്പോൾ, രക്തം പുരട്ടിയ യേശു ദൈവപുത്രൻ ദൈവം അരുളി ചെയ്ത പ്രമാണം, അല്ലെങ്കിൽ മോശ കൽപ്പിച്ച പ്രമാണം അതുപോലെ അനുഷ്ഠിച്ച ഒരു ഇസ്രായേലിന്റെ വീട്ടിലും സംഹാരദൂതൻ കടന്നു വന്നില്ല. അവിടെ നിലവിളി ഉണ്ടായില്ല. അവിടെ ഒരു പകരമരണം നടന്നു. അവർക്ക് പകരമായി ദൈവത്തിന്റെ ഒരു കുഞ്ഞാടിനെ അറുത്തു, അതിന്റെ രക്തം അവിടെ പുരട്ടുവാൻ ഇടയായി തീർന്നു. നമുക്ക് വിടുതലുള്ളത്
നമുക്ക് എന്തെങ്കിലും പറയുവാനുള്ളത്, പ്രശംസയുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് അല്ലാതെ മറ്റൊന്നുമില്ല. ഇന്ന് വലിയ ഉണർവ് പ്രസംഗന്മാർ പോലും യേശുവിന്റെ ക്രൂശിനെ അല്ലെങ്കിൽ രക്തം ഒരു വലിയ വിഷയമല്ല എന്നൊക്കെ പ്രസ്താവിക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കാൻ തുടങ്ങുമ്പോഴേ അവിടെ നിന്ന് മാറിക്കൊള്ളണം. നമുക്ക് പറയാനുള്ളത്, എനിക്ക് ഏതെങ്കിലും ആഹാരം പറയാനുണ്ടെങ്കിൽ എന്റെ യേശുവിന്റെ രക്തം മാത്രമാണ്. ആ രക്തമാണ് വിടുതൽ തന്നിരിക്കുന്നത്, ആ രക്തമാണ് വീണ്ടെടുപ്പ് തന്നിരിക്കുന്നത്. ആ രക്തത്തിന്റെ ഉള്ളിൽ മാത്രമേ പ്രൊട്ടക്ഷൻ ഉള്ളൂ, ആ രക്തത്തിന് മാത്രമേ വീണ്ടെടുപ്പുള്ളൂ, ആ രക്തത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് അതിന്റെ ഉള്ളിലാണ് പ്രൊട്ടക്ഷൻ ഉള്ളത്, സംരക്ഷണം ഉള്ളത് എന്ന് നാം മറന്നു പോകരുത്. 12-ാം അധ്യായത്തിന്റെ തന്നെ 15-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് ചെയ്യേണ്ടതിനെ കുറിച്ച് 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൻ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയണം. 19-ാം വാക്യം, 1-ാം മാസം 14-ാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം 21-ാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. പെസഹ കുഞ്ഞാടിനെ ഭക്ഷിച്ചവരുടെ പ്രമാണം അവരുടെ വീട്ടിൽ അവർ പറയാൻ, നിങ്ങളുടെ കർത്താവ് ദൈവം പറയാണ്, നിങ്ങളുടെ വീട്ടിനകത്തെങ്ങും പുളിപ്പ് പാടില്ല. പുളിപ്പ്, ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വസ്തുവാണ്. വളരെ നിസ്സാരമാണെങ്കിലും അതൊരു മാസം വീണ് കഴിഞ്ഞാൽ അത് വളരെ സ്ലോയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ കുറെ സമയം കൊണ്ട് പിന്നെ മുഴുവൻ പുളിക്കുവാൻ ഒരല്പം ഈസ്റ്റ് മതി. അതാണ് പുളിമാവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിച്ച് ഉച്ചരിച്ച അതേ പുസ്തകത്തിൽ തന്നെ പല വാക്യങ്ങളും നമുക്ക് അറിയാമെന്നുള്ള ചിന്ത കൊണ്ടാണ് ഞാനതങ്ങ് പറഞ്ഞു പോകുന്നത്. ഇവിടെ പറയുകയാണ്, ദേവുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊരിന്ത്യ ലേഖനത്തിലെ 5-ാം അധ്യായം 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 6 മുതൽ ഉള്ള വാക്യം ഇങ്ങനെ വായിക്കുന്നു: അസാരം പുളിമാവ് പിണ്ണത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പൊഴുപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ണമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവി. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. വേദോത്സവം നമ്മൾ പഠിപ്പിക്കുമ്പോൾ പുളിപ്പ് എന്തിനെയാണ് കാണിക്കുന്നത്? പുളിപ്പെന്ന് പറയുന്നതിന് 2 മീനിങ് ഉണ്ട്. പുളിപ്പെന്ന് പറയുന്നത് ജീവിത വിശുദ്ധിയും ഉപദേശ വിശുദ്ധിയും കാണിക്കുന്നതാണ്. കർത്താവ് ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞു, പരീശന്മാരുടെയും സാധുക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുകയും. പരീശന്മാരുടെയും സാധുക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുകയും എന്ന് പറഞ്ഞാൽ അവരുടെ ഉപദേശം അവർ പറയുന്നത് പോലെ ചെയ്യുന്നവരല്ല, ആ ഉപദേശം സൂക്ഷിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുളിച്ച മാവ് എന്തിനെയാണ് കാണിക്കുന്നത്? ഉപദേശ പിശകിനെയാണ് കാണിക്കുന്നത്. ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ പുളിപ്പില്ലായ്മ ഉത്സവം ആചരിക്കുക എന്ന് പറയുമ്പോൾ 5-ാം അധ്യായം തുടങ്ങുന്ന എങ്ങനെയാണ്? നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ജീവിതത്തിലെ വിശുദ്ധിയില്ലായ്മയാണ് പുളിപ്പ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെസഹ ആചരിച്ച ഒരുവന്റെ വീട്ടിൽ ഒരു വീട്ടുടയവന്റെ ജോലി, അല്ലെങ്കിൽ പെസഹ കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ച ഒരാളിന്റെ ജോലി, ഉത്തരവാദിത്വം എന്താണ്? അവൻ നോക്കണം വീട്ടിൽ പുളിപ്പ് വല്ലതുമുണ്ടോ, എവിടെയെങ്കിലും ഈസ്റ്റ് ഇരിപ്പുണ്ടോ, ഇതെല്ലാം എടുത്ത് കളയുക. പുളിമാവ് പാടില്ല. 7 ദിവസം എന്തിനെയാണ് കാണിക്കുന്നത്? 7 പൂർണ്ണതയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് കുറച്ചു നാളിൽ വിശുദ്ധനായി ജീവിക്കണം, പിന്നെ ഇഷ്ടം പോലെ ജീവിക്കാമെന്നല്ല. പൂർണ്ണത, ഭൂമിയിൽ 100 വയസ്സോ 80 വയസ്സോ എത്ര വയസ്സ് ദൈവം തരുന്നോ അത്ര കാലം ജീവിതത്തിലും ഉപദേശത്തിലും വിശുദ്ധി പാലിച്ച് ജീവിക്കണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തിന്മയും ദുഷ്ടതയുമായ പുളിപ്പ് കൊണ്ടല്ല, സ്വച്ഛവും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലും ഉപദേശത്തിലും വിശുദ്ധരായി ജീവിക്കണം. പെസഹ കുഞ്ഞാടിനെ അവന്റെ മാംസം ഭക്ഷിച്ചിരിക്കുന്നവർ ഈ മാംസം ഭക്ഷിക്കണം. അത് പ്രമാണമാണ് കൊടുത്തിരിക്കുന്നത്. അവരോട് പറയുന്നത് താഴെ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം. ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വീണ്ടും ഈ പെസഹയെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ അവിടെ പ്രസ്താവിച്ചിരിക്കുന്ന നമുക്ക് കാണാം. ആവർത്തന പുസ്തകം
16-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. പുളിച്ചാപ്പം തിന്നരുത്, നീ കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസം തിന്നേണം. വേറൊരു വാക്യത്തിലുണ്ട്, കൈപ്പിരീരയോടുകൂടി അത് ഭക്ഷിക്കണമെന്ന് എഴുതിയിരിക്കുന്നു. കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലായ്മ. ആ പുളിപ്പില്ലായ്മ കൊണ്ട് ആ ഉത്സവം ആചരിക്കുമ്പോൾ നാം ഓർത്തിരിക്കണം, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വെച്ചിരിക്കുന്നത് കഷ്ടതയാണ്, കഷ്ടതയുടെ ആഹാരമാണ്. കണ്ണുനീരും വേദനയും ഒന്നും മാറുമ്പോൾ വേറൊന്ന്, ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ, ഒരാൾക്കുള്ളതല്ല വേറൊരാൾക്ക് വരുന്നത്. എന്നാൽ ഇത് ദൈവം വെച്ചിരിക്കുന്ന പ്രമാണമാണ്. ഇവിടെ നിന്ന് പുറപ്പെടുവാൻ വേണ്ടി, അങ്ങേ നാട്ടിൽ എത്തിച്ചേരുവാൻ വേണ്ടി ഈ പുളിപ്പില്ലാത്ത അവസ്ഥ, വേദനയുടെ അവസ്ഥ ഒക്കെ വെച്ചിരിക്കുന്നത് ഏറ്റവും ബെറ്ററായുള്ള ഒരു സ്ഥലത്ത് നാം എത്തിച്ചേരുവാൻ വേണ്ടിയാണ്. ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, അതിനെ ഭക്ഷിക്കണം, പെസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കണം, അത് നാം ആ മാംസം ഭക്ഷിക്കണമെന്ന് വളരെ കൃത്യമായി എഴുതിയിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായമാണല്ലോ നമ്മള് ചിന്തിക്കുന്ന പെസഹയെ കുറിച്ച്. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ, പുറപ്പാട് 12-ന്റെ 8-ൽ പറയുന്ന 8-ാം വാക്യം ആരെങ്കിലും എന്തെങ്കിലും മുമ്പിൽ അതുണ്ടെങ്കിൽ അത് വായിക്കാം. അന്ന് രാത്രി തീയിൽ ചുട്ടതായ, ഇത് തീയിൽ ചുട്ടാണ് ഭക്ഷിക്കേണ്ടത്. അതിന്റെ ആ ഭാഗത്താണ് ഇരിക്കുന്നത്, കയ്പ് ചീരയോടുകൂടെ അത് തിന്നണം എന്ന് പറഞ്ഞിട്ട് ഇനി അതിന്റെ 46-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, വേഴ്സ് 46, അത് വീട്ടിൽ വെച്ച് തന്നെ അത് തിന്നണം. ആ മാംസം ഒട്ടും വീട്ടിന് പുറത്ത് കൊണ്ടുപോകരുത്. അതിൽ ഒരു അസ്ഥിയും ഒടിക്കരുത്, അസ്ഥി ഒന്നും ഒടിക്കരുത്. അത് ഇത് കഴിക്കേണ്ടത് അത് തീയിൽ ചുട്ടാണ് തിന്നേണ്ടത്. അത് ഫയറിലൂടെയാണ് ഇത് കടത്തിവിടേണ്ടത് എന്നൊക്കെ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ അത് കഷ്ടതയെ കാണിക്കുന്നതാണ്, പ്രയാസത്തെ കാണിക്കുന്നതാണ്. അതെല്ലാം ദൈവപുത്രൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന വലിയ അവന്റെ ത്യാഗത്തെയാണ് നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. അടുത്ത ദിവസത്തേക്ക് ഒന്നും വേർതിരിക്കുവാനായിട്ട് പാടില്ല. വേർതിരിച്ചാൽ, ക്ഷേണിപ്പ് വെച്ചാൽ അത് കറക്റ്റഡായി തീരും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നാം വായിക്കും, ദൈവപുത്രനെ കുറിച്ച് അവൻ ദ്രവത്വം കാണുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ ദൈവപുത്രൻ ദ്രവത്വം കാണുവാൻ ഇടയായി തീർന്നില്ല, അടുത്ത ദിവസത്തേക്ക് ഒന്നും ശേഷിപ്പിക്കുവാൻ ഒന്നും ഇടയായി തീർന്നില്ല എന്ന് അവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. അസ്ഥി ഒന്നും ഒടിക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശുവിനോടുകൂടെ ക്രൂശിച്ച കള്ളന്മാരുടെ അസ്ഥി ഒടിച്ച് അവരുടെ ബോഡി റിമൂവ് ചെയ്യുവാൻ പ്ലാൻ ചെയ്തപ്പോൾ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അവന്റെ ജീവൻ പോയതായി അവർ മനസ്സിലാക്കി അവന്റെ അസ്ഥി ഒടിച്ചില്ല. അവന്റെ അസ്ഥി ഒന്നും ഒടിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് യോഹന്നാൻ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ വളരെ ഭംഗിയായി നിറവേറിയത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുകയാണ്, നിങ്ങൾക്ക് ഇനി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾക്ക് ദൂരയാത്ര ചെയ്യേണ്ടതുണ്ട്. ആ ദൂരയാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് ശക്തി തരുന്നത് കുഞ്ഞാടിനെ ഭക്ഷിക്കുമ്പോഴാണ്. അവരുടെ യാത്രയ്ക്ക്, ആ കനാനിലേക്കുള്ള യാത്രയ്ക്ക് ശക്തി ഈ കുഞ്ഞാടിന്റെ മാംസമാണ്. അത് തീയിൽ ചുട്ട മാംസമാണ്. കഷ്ടതയിലൂടെ പുറത്തു വന്ന ദൈവപുത്രനെ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഈ മരുഭൂമി യാത്ര സക്സസ് ആയി ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരുപക്ഷെ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ വീങ്ങിയതില്ല, അവരുടെ വസ്ത്രം പഴകിയതുമില്ല എന്ന് എഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ വലുതാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവപുത്രനെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ, മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷേതികമായി ചിലർ വ്യാഖ്യാനിക്കും. ആ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് കർത്തൃമേശയെ കുറിച്ചൊക്കെ നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ ശരിയായ അർത്ഥം യേശുവുമായുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധം, യേശുവുമായുള്ള ചേർന്നുള്ള നമ്മുടെ ജീവിതം, യേശുവിനോട് ചേർന്നുള്ള നമ്മുടെ ആ കൂട്ടായ്മ, ആ സഹവാസത്തെയാണ് കാണിക്കുന്നത്. യേശുവിനെ നാം അനുഭവിക്കുകയാണ്, രുചിക്കുകയാണ്, അറിയുകയാണ് ചെയ്യുന്നത്. ആ യേശുവിനോട് കൂടെ അല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുകയില്ല, നമുക്ക് നിൽക്കാൻ കഴിയുകയില്ല, നമുക്ക് നടക്കാൻ കഴിയുകയില്ല. അതാണ് നമ്മുടെ മരുഭൂമി യാത്രയിൽ നമുക്ക് ശക്തിയും ബലവും നൽകുന്നതെന്ന് ഓർത്തു കൊള്ളണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം പറയുക,
പറയുകയാണ്, നാളത്തേക്ക് ഒന്നും ശേഷിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മുന്നോട്ട് വരുമ്പോൾ 10ാമത്തെ വാക്യമല്ല, അത് തുടർന്ന് വായിച്ചു വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ തിടുക്കത്തോടെ അത് തിന്നേണം, നിങ്ങൾ അരകെട്ടിയും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് അത് ഭക്ഷിക്കണമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അരകെട്ടിയും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് ഭക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യാത്രയ്ക്കായുള്ളതായ പ്രിപ്പറേഷനോടുകൂടി, അതിനുള്ള ഒരുക്കത്തോടുകൂടി ആയിരിക്കണമെന്നാണ് നമുക്കത് കാണുവാനായി സാധിക്കുന്നത്. 2-3 കാര്യം കൂടെ ഇതിന്റെ ഇടയ്ക്ക് ഓർപ്പിക്കാനുണ്ട്. ഇത് കഴിക്കേണ്ടത് ആരാണ്? പരിച്ഛേദനയേറ്റതായ ആളാണ് കഴിക്കേണ്ടത്. 45-ാം വാക്യത്തിൽ പരദേശിയും കൂലിക്കാരനും അത് തിന്നരുത് എന്നെഴുതിയിരിക്കുന്നു. പറഞ്ഞാൽ യേശുവുമായി ബന്ധമുള്ളവർക്ക് മാത്രമേ ഈ പെസഹ കുഞ്ഞാടുമായി എന്തെങ്കിലും അവകാശമുള്ളൂ. നാം എങ്ങനെയാണ് നമ്മുടെ കുടുംബക്കാർ രക്ഷപ്പെട്ടത് കൊണ്ടല്ല, യേശുവുമായുള്ള ബന്ധത്തിൽ നാം സ്വർഗീയ കുടുംബത്തിൽ ജനിച്ചവർക്കാണ് പെസഹ കുഞ്ഞാടുമായുള്ള അവകാശമുള്ളത്. സ്ട്രേഞ്ചേഴ്സിനൊന്നും അവകാശമില്ല എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവരോട് കൽപ്പന കൊടുക്കുകയാണ്, കാഹളം കേൾക്കുന്ന മാത്രയിൽ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം എപ്പോഴും റെഡി ആയിരിക്കണം. അത് അരകെട്ടിക്കൊണ്ട് കയ്യിൽ വടി പിടിച്ചുകൊണ്ട് വേണം ഇവർ ഭക്ഷിക്കാനെന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ് കാഹളം കേൾക്കുന്നതെന്ന് അറിയില്ല. ആ സമയത്ത് യാത്ര പുറപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കത്തോടുകൂടെ വേണം എപ്പോഴും ഒരു ദൈവവേദനായിരിക്കുവാനായി. ക്രിസ്ത്യ ജീവിതത്തിൽ പെസഹ കുഞ്ഞാടാകുന്ന യേശുവിനെ കണ്ടുമുട്ടിയ ഓരോ ദൈവവേദലിനും പറയാനുള്ളത്, ഈ ലോകത്തിലെ വാസം എനിക്കിവിടെ നശ്വരമല്ല, ഇത് ക്ഷണികമാണ്. ഇവിടെ ഞാൻ അന്യനാണ്, പരദേശിയാണ്. എന്നാൽ ഒരു ദിവസം ദൈവം എന്നെ വിളിക്കുന്ന ഒരു ദിവസമുണ്ട്, ഞാൻ പോയേ മതിയാകുള്ളൂ. ആ കാഹളം കേൾക്കാനുള്ള സമയം വളരെ അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരുക്കത്തോടെ തിടുക്കത്തോട് വേണം പെസഹ കുഞ്ഞാടുമായി ബന്ധമുള്ള ഓരോ ദൈവവേദലും ജീവിക്കുവാനായി. ഇസ്രായേൽ മക്കളോട് മോശ പറഞ്ഞിരുന്നു, ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. ഇവിടെ നിങ്ങൾ പുറപ്പെടുമ്പോൾ എന്റെ അസ്ഥികളും കൂടെ കൊണ്ടുപോകണമെന്ന്. ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുന്ന പ്രയാണത്തിൽ നോക്കിയാൽ അവരുടെ മധ്യത്തിൽ ഒരു പെട്ടി കൂടെ ഉണ്ട്. ആ പെട്ടിയിൽ യോസഫിന്റെ അസ്ഥികളുണ്ട്. എന്നാൽ ദൈവപുത്രൻ നമ്മെ വിളിക്കുവാൻ ചേർക്കുവാൻ വരുമ്പോൾ അവിടെ ഇങ്ങനെ പെട്ടിയൊന്നും കൊണ്ടുപോകേണ്ടതായിട്ട് വരികയില്ല, ഓർമ്മയായി ഒന്നും കൊണ്ടുപോകേണ്ടതായിട്ട് വരികയില്ല. മരിച്ചവർ അക്ഷയരായി ഉറക്കുന്ന ദിവസം, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കുന്ന ദിവസം. ഇതിന്റെ എല്ലാം കാരണം മറ്റൊന്നുമല്ല, പെസഹ കുഞ്ഞാടാണ്. മോശയെ കുറിച്ച് പറയാണ്, വിശ്വാസത്താൽ ഫറവോനും അവന്റെ ആളുകളും ഇസ്രായേലിനും ഇതൊരു ഭോഷത്വമായി തോന്നിയിട്ടുണ്ട്, ഇതൊരു വിലയില്ലാത്തതായി തോന്നിയിട്ടുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞു, അതുപോലെ അനുഷ്ഠിച്ചവർക്ക്, പെസഹ കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ചവർക്ക്, രക്തം കട്ടളക്കാൽമേലും കുറുമ്പടിമേലും പുരട്ടിയവർക്ക് എന്തോ ഒരു സന്തോഷമാണ് ആ ദിവസം കാണുവാനായി സാധിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഭാഗ്യമായ അവസ്ഥ ദൈവം നമുക്ക് തന്നിരിക്കുന്നുവല്ലോ എന്ന് ഓർത്ത് മോശയോട് ചേർന്ന് നമുക്ക് അത് ചിന്തിക്കാം. നമ്മുടെ തലകളെ ഉണക്കി നമുക്ക് പ്രാർത്ഥിക്കാം.